പൂക്കൾ കൊണ്ട് ആദികവി വാൽമീകി മഹർഷിക്ക് ആദരമർപ്പിക്കുകയാണ് ബംഗളൂരുവിലെ പ്രശസ്തമായ ലാൽബാഗ് പുഷ്പമേള. രാമായണ കഥാസന്ദർഭങ്ങളെല്ലാം പൂക്കളിൽ പുനഃസൃഷ്ടിച്ചാണ് ഇത്തവണ ഉദ്യാന നഗരം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത്. കൗതുകകരമായ കാഴ്ച കണ്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തിരികെ വരാം. വർഷത്തിൽ 2 തവണയാണ് ലാൽബാഗിൽ പുഷ്പോത്സവം നടക്കുക. ഒന്ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചും മറ്റൊന്ന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചും. ഇത്തവണ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചിരിക്കുന്ന ഫ്ലവർ ഷോയിൽ മുഖ്യ പ്രമേയമാക്കിയിരിക്കുന്നത് രാമായണവും വാൽമീകിയുമാണ്. 15 അടി ഉയരത്തിൽ വാൽമീകം. ചുറ്റും വർണ്ണപ്പൂക്കളുടെ സംഗമം. പനിനീർപ്പൂക്കളുടെയും ജമന്തിപ്പൂക്കളുടെയും ഡാലിയയുടെയും നറുമണം. പുറകിലായി വാൽമീകി മഹർഷി രാമായണ രചനയിൽ. 10 അടി ഉയരമുള്ള മഹർഷിക്ക് ചുറ്റുമുണ്ട് പൂക്കൾ. വാൽമീകിയുടെ ആശ്രമവും പൂക്കളുടെ ആവരണം പൊതിഞ്ഞു നിൽക്കുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി കാണപ്പെടുന്ന 25 ഇനം പൂക്കളാണ് ഇത്തവണ ലാൽബാഗ് പുഷ്പമേളയ്ക്കെത്തിയത്. കയറ്റുമതി ഗുണനിലവാരമുള്ള പ്രീമിയം പൂക്കളാണ് പുഷ്പമേളയ്ക്ക് ഉപയോഗിക്കുക. 3 ലക്ഷം ഡച്ച് റോസാപ്പൂക്കളും 800 കിലോഗ്രാം ചുവന്ന റോസാപ്പൂക്കളും 600 കിലോഗ്രാം ജമന്തിപ്പൂക്കളുമാണ് ഇത്തവണ വാൽമീകിക്ക് ആദരമായത്. 10 ദിവസം നീളുന്ന പുഷ്പമേളയിൽ ഇവ വാടാതെ നിലനിർത്താൻ സജ്ജീകരണമുണ്ട്. കർണാടക ഹോർട്ടിക്കൾച്ചർ വകുപ്പാണ് വർഷത്തിൽ 2 തവണ പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.